കുഞ്ഞുങ്ങളോട് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് സ്നേഹവും വാത്സല്യവും മാത്രമായിരിക്കും. എന്നാൽ യുകെയിൽ ഒരു സ്ത്രീ കൊലപ്പെടുത്തിയത് 7 നവജാത ശിശുക്കളെയാണ്. ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കുട്ടികളെന്ന് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന വികാരം എന്നത് സ്നേഹവും വാത്സല്യവും മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അവരെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ തോന്നുന്നവരെ അതിക്രൂരന്മാരെന്നതിനും അപ്പുറത്തേക്ക് ഒന്നും വിളിക്കാനുമാകില്ല. അത്തരമൊരു വാർത്തയാണ് യുകെയിൽ നിന്ന് വരുന്നത്. യുകെയിൽ 7 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുകയും മറ്റ്7 കുട്ടികളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സ് ലൂസി ലെഡ്ബിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ലൂസി ലെഡ്ബി ഡോക്യുമെന്ററിയുടെ ട്രെയിലറിലാണ് ഈ ദൃശ്യങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഹെർഫോർഡിയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ കിടക്കുന്ന ലൂസി ലെഡ്ബിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട്. ഒരു ക്ലിപ്പിൽ ലൂസി ലെഡ്ബി കരയുന്നതും നമുക്ക് കാണാം. കൈവിലങ്ങ് ധരിച്ച് പ്രിയപ്പെട്ട പൂച്ചകളിലൊന്നിനെ താലോലിച്ച് അതിനോട് യാത്ര പറയുന്നതൊക്കെ ഈ ട്രെയിലറിലുണ്ട്. കുട്ടികളെ കൊലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന് അറസ്റ്റിലാകുന്നതിന് മുൻപ് 2018 ജൂലൈ, 2019 ജൂൺ, 2020 നവംബർ മാസങ്ങളിലായി 3 തവണ ലൂസി അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 4-ന് നെറ്റ്ഫ്ലിക്സ് ഈ ഡോക്യുമെന്ററി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2015 ജൂണിനും 2016 ജൂണിനുമിടയിൽ 7 ശിശുക്കളെ കൊലപ്പെടുത്തിയതിനും മറ്റ്7 പേരെ കൊല്ലാൻ ശ്രമിച്ചതിനും ശിക്ഷിക്കപ്പെട്ട ലൂസി ലെഡ്ബി ആജീവനാന്ത തടവ് അനുഭവിക്കുകയാണ് ഇപ്പോൾ. എന്തിനാകും ലൂസി ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? വീണ്ടും 7 കുഞ്ഞുങ്ങളെ കൊല്ലാനായി ലക്ഷ്യം വെച്ചത് എന്തിനാകും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ് ലൂസി ലെഡ്ബിയുടെ ജീവിതവും ഈ കൊലപാതക പരമ്പരയുമൊക്കെ. ഏതായാലും ആ ഡോക്യുമെന്ററിയിൽ ഇതിനെല്ലാമുള്ള ഉത്തരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയും 5 കൊലപാതകങ്ങൾ ചെയ്ത യുവാവും വിവാഹിതരാകാൻ പോകുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.